ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിൽ ഇന്നത്തെ ധ്യാനം റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കുരിശിലിങ്കയിലേക്ക് നോക്കുമ്പോൾ മരണത്തെ അതിജീവിച്ച ദൈവത്തെയാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് മരണാനുഭവങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിപ്പാൻ നമ്മെ സഹായിക്കും. ഭയപ്പെടുത്തുന്ന, തളർത്തിക്കളയുന്ന, ഒറ്റയ്ക്കാക്കിക്കളയുന്ന മരണാനുഭവങ്ങൾ ഉണ്ട്. മരണാനുഭവങ്ങൾ പ്രതീക്ഷയ്ക്കും ജീവിതത്തിനും മങ്ങലേൽപ്പിക്കാറുണ്ട്. എന്നാൽ മരണത്തിൽ നിന്നും മരണാനുഭവങ്ങളിൽ നിന്നും നമ്മെ ഉയർപ്പിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളതിനാലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചുള്ള ഭയം, മരണാനുഭവങ്ങളെക്കുറിച്ചുള്ള ഭയം. അതിനാൽ നമ്മെ തളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അസ്ഥിമേൽ വന്നപ്പോൾ അവയ്ക്ക് മജ്ജയും മാംസവും പിടിക്കുകയും അവയുടെ മേൽ ആത്മാവ് വീണ്ടും പ്രവർത്തിച്ചപ്പോൾ അവ ജീവനുള്ള സൈന്യമായി മാറുകയും ചെയ്യുന്നു. അസ്ഥിയെ സൈന്യമാക്കുവാൻ കഴിയുന്ന കർത്താവ് ആണ് കുരിശിൽ നമുക്ക് മാതൃക. കുരിശിൽ കർത്താവ് മരണത്തെ കൊന്നു എന്ന് പറയുമ്പോൾ മരണത്തെ അതിജീവിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഓരോ വ്യക്തിയെയും മരണത്തിനോടുള്ള മല്ല് കെട്ടുവാൻ ശക്തീകരിക്കുന്നു. ചിലപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണാനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലെ മരണാനുഭവങ്ങളും ഒക്കെ ജീവിക്കാനുള്ള ഉത്സാഹം തന്നെ കളയുന്നതാവാം. എന്നാൽ കുരിശിലേക്ക് നോക്കുക. ആ കുരിശിൽ മരണത്തെ അനുഭവിച്ച് മരണത്തെ അതിജീവിച്ച കർത്താവ്, തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ മരണത്തെ അനുഭവിച്ച് അതിനെ അതിജീവിച്ച കർത്താവ് ഓരോ വിശ്വാസിക്കും ബലവും ധൈര്യവും നൽകും. മരണം പോലെയുള്ള ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശയാണ് ആത്മാവിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ച് പരിവർത്തിച്ച് ബലപ്പെടുത്തി പുതുക്കി നമ്മെ വഴി നടത്തുന്നത് ക്രൂശിലെ കാഴ്ചയാണ്. ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കുകയും മരണാനുഭവം ആത്യന്തികമല്ല എന്ന് പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ആവാസം നമ്മിൽ നിറയുകയും ചെയ്യും. ആമേൻ.